നമസ്കാരം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രാജ്യറാണി എക്സ്പ്രസിൽ കയറി രാവിലെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഷൊർണൂർ മുതൽ നിലമ്പൂർ റോഡ് വരെയുള്ള കാഴ്ചകളൊക്കെ ഇരുട്ടായതിനാൽ അധികമൊന്നും പകർത്തിയില്ല. ഇനിയിപ്പോൾ പകലാണല്ലോ പോകുന്നത്. മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളുടെയും കാഴ്ചകൾ നമുക്ക് പകർത്താം. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 10:05 ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന പാസഞ്ചറിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ടൗണിലേക്കൊക്കെ പോകാനുള്ള വഴി ഇതാണ്. പിന്നെ ഇവിടെ തന്നെ ടാക്സി സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടെയാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് സൗകര്യമുള്ളൊരു സ്റ്റേഷൻ തന്നെയാണിത്. പാർക്കിംഗ് ഒക്കെ വരുന്നത് ആ മുൻഭാഗത്തേക്കാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് അടിപൊളി. ഇതിപ്പം അമൃത് ഭാരത് പദ്ധതിയിൽ പുതുക്കിപ്പണിതൊരു സ്റ്റേഷനാണ്. നിലമ്പൂർ റോഡ് എന്നൊക്കെ എഴുതിയൊരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലൂടെയാണ് ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാനുള്ളത്. സമയം ഇപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പോഴേ ഇല്ല. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാം. സ്റ്റേഷനിലേക്ക് ഇതുവഴി കയറുമ്പോൾ ഇവിടെ തന്നെ ഒരു സ്ക്രീൻ ഉണ്ട്. 8:45 പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ വരും. അത് തന്നെയാണ് 10:05 നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചറായിട്ട് പോവുക. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. നവീനിത ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയാലും വന്നിരിക്കാൻ പറ്റിയ ഒരുപാട് സൗകര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. അതായത് അത് പെയ്ഡാണ്. 1 മണിക്കൂർ നേരത്തേക്ക് 30 രൂപയാണ്. അത് വരുന്നത് ഈ ഭാഗത്താണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നിലമ്പൂർ റോഡ് സ്റ്റേഷന്റെ കോഡ് NIL എന്നാണ്. 3 ഭാഷകളിൽ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് കാണാം. ട്രാക്ക് അവസാനിക്കുന്നത് അങ്ങ് ആ ഒരു ഭാഗത്താണ്. നിലമ്പൂരിനെ പറ്റി പറയുമ്പോൾ തേക്ക് മരങ്ങൾക്ക് പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ്. ഈ സ്റ്റേഷനിലാകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമുക്ക് പോകാനുള്ള വണ്ടിയൊന്നും ഇപ്പോഴേ ഇവിടെ എത്തില്ല. അതായത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്കുള്ള ആ ഒരു പാസഞ്ചർ ഇവിടെ എത്തിയതിന് ശേഷം അതേ വണ്ടി റേക്ക് ഷെയറിങ് ചെയ്തിട്ടാണ് പിന്നെ ഷൊർണൂർ ജംഗ്ഷനിലേക്കുള്ള പാസഞ്ചറായിട്ട് പോവുക. ഇനിയിപ്പം ആ പാലക്കാട് വണ്ടി വരട്ടെ. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പൂക്കളുണ്ട്. നവി, അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി. ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഈ പൂക്കളൊന്നും എടുത്തേ. ഇത് നല്ല നോക്കിയെടുക്കുക. അത് 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 അതല്ല 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 അത് 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 2 മതി. ഈ പൂവിന്റെ പേരെന്ത്? ഗുൽമോഹർ, അങ്ങനല്ലേ? ഗുൽമോഹർ. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് തൂരോ ചെറുകര മേലാറ്റൂര് ആ ഒരു സ്റ്റേഷനില്ലേ, അതിന്റെ ഒരു പഴയ മനോഹരമായ ചിത്രം നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവില്ല. അതെ അതെ അതെ, ശരിക്കും അതിനെ കളർഫുൾ ആക്കുന്നത് ഈ ഒരു പൂവാണ് കേട്ടോ. അത് ഇപ്പതാ നിലമ്പൂര് ഈ ഒരു ഇത് തന്നെയാണ്. ഇതിൽ നിന്നാണ് അത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്തെ കൂടുതൽ മനോഹരതയാക്കുന്നത് ഈ ഒരു പൂ തന്നെയാണല്ലേ നവി? ജസ്റ്റ് താഴെ ഇടുമ്പോൾ തന്നെ ആ എതളെല്ലാം അവിടെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. പാലക്കാട് ജംഗ്ഷനിൽ രാവിലെ 6:05 നിലമ്പൂരിലേക്ക് വരുന്ന പാസഞ്ചർ ഇതാ കടന്നു വരികയാണ്. ഇപ്പൊ 8:40. വേറൊരു കാര്യം, ഡീസലാണ്. WDP 4D. എന്തായാലും അത് പൊളിച്ചു. ഞാൻ ഇലക്ട്രിക് ആവുമോ എന്ന് പേടിച്ചു പോയി. എന്തായാലും അത് അടിപൊളിയായി. പക്ഷെ ആ ഒരു ഫ്രെയിം ഒന്ന് നോക്കിയേ. ഇനി ഇതേ ലോക്കോമോട്ടീവ് തന്നെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിനിലും അറ്റാച്ച് ചെയ്യുക. ഇതിനിപ്പോൾ ഇവിടുന്ന് റിലീസ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് അങ്ങാ മുന്നിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരും. ഇതുവരെയായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല. എന്തായാലും പെയ്യും. ആ വലിയ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ ട്രെയിനിൽ കയറാം. ഇത് അങ്ങ് വരെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങ് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് പോകുന്നത്. നല്ല രസമാണ് ഈ ഒരു ലോക്കോ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ. ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഈ ഡീസലിൻ്റെ ഒരു ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്.
ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിന് നീളം കുറച്ച് കുറവാണ്. നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടുന്ന് നേരെ ആ പുറകു ഭാഗത്തേക്ക് നോക്കിയേ, വലിയ വലിയ മലനിരകളാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ക്ലിയറായി വന്നത്. ഇത്ര നേരം കോടയായിരുന്നു. ഇത് അതാണ് ആ ഒരു മല. ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിങ് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ പാലക്കാട് നിന്ന് നിലമ്പൂർ റോഡിലേക്ക് വന്നു, നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരേക്ക് പോവും, ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോവും, തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരേക്ക്, ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡിൽ നിന്ന് പാലക്കാട്. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 56-610 ഞങ്ങൾ കയറുന്നത് ഏറ്റവും പുറകിലാണ്. ഇവിടെയാണ് ആ ഒരു ഗാർഡിൻ്റെ കോച്ചുള്ളത്. പിന്നെ ഈ ഒരു കോച്ചിൽ തന്നെ കയറാം. ഇവിടെ ആയിട്ടിരിക്കാം. നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷൻ വരെ 66 കിലോമീറ്ററാണ് ആകെ ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഷൊർണൂർ എത്തുന്നവരെ 10 സ്റ്റേഷൻസ് ആണ് നമുക്ക് കാണാനായിട്ടുള്ളത്. ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. ഇനി ഈ ഷൊർണൂർ എത്തുന്നത് വരെ ഞങ്ങളുടെ മുഖം അധികം കാണിക്കുന്നില്ല. നമുക്ക് കൂടുതലും കാഴ്ചകളാണല്ലോ കാണേണ്ടത്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 5661 നിലമ്പൂർ റോഡ് നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വരെ പോകുന്ന നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചർ 10:05 പ്ലാറ്റ്ഫോം നമ്പർ 1 കൃത്യസമയത്ത് പുറപ്പെടുന്നതായിരിക്കും. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 10:05 തന്നെ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. ഒരുപാട് ഓട്ടോകളുണ്ട് ഇവിടെ. ഈ വലിയൊരു മരമില്ലേ, അത് തന്നെയാണ് ഇത്രയും നല്ലൊരു എടുപ്പോടെ, ഒരു തലയെടുപ്പോടെ ഇവിടെ നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് വാണിയമ്പലം. 10:17 ട്രെയിൻ ഇപ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. നമ്മൾ ലൂപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ഒരു ക്രോസിംഗ് ആണ്, ഒരു വണ്ടി വരാനുണ്ട്. ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ, അത് വന്നാൽ മാത്രമേ ഇനി എടുക്കുള്ളൂ. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ ഫുള്ളായി തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയത് ഇവിടെ നിന്നായിരുന്നു. നിലമ്പൂരിൽ നിന്നും അധികം ആൾക്കാർ കയറാനേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആ ട്രെയിൻ വരട്ടെ, വെയിറ്റിംഗ് ആണ്. ഈ ട്രെയിൻ ഏതാണെന്നറിയോ? നമ്മുടെ രാജ്യറാണി എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. തിരുവനന്തപുരം നോർത്തുനിന്ന് രാവിലെ ഈ വണ്ടി നിലമ്പൂർ റോഡിലെത്തും. എന്നിട്ട് അവിടുന്ന് ഷൊർണൂർ പാസഞ്ചറായിട്ട് പോവാം 7:05. അതിനുശേഷമാണ് ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ വീണ്ടും പാസഞ്ചറായിട്ട് നിലമ്പൂർ റോഡിലേക്ക് വരുന്നത്. ഇത് തന്നെയാണ് തിരുവനന്തപുരം നോർത്ത് നാഗർകോവിൽ ജംഗ്ഷൻ പാസഞ്ചർ. തൊടിയപ്പലം സ്റ്റേഷൻ. പത്ത് 34 ട്രെയിൻ ഇതാ തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തുവ്വൂരിൽ ഒരുപാട് ആൾക്കാരുണ്ട് കയറാൻ. ഈ തുവ്വൂരിലും അടുത്ത മേലാറ്റൂർ എന്നൊരു സ്റ്റേഷനുണ്ട്. ഇവിടേക്കായിരുന്നു ഈ റൂട്ടിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മുറിച്ചു മാറ്റി.
ആ വലിയ വലിയ മരങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു. നേരത്തെ കഴിഞ്ഞ തൊടിയപ്പുലത്തും ഈ തൂവൂരിലും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് ഒരുപാട് കവുങ്ങുകളെത്തറുണ്ട്. കവുങ്ങുമുണ്ട്, തെങ്ങുമുണ്ട്. ട്രെയിൻ ഇപ്പോൾ മേലാറ്റൂരിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ 2 പ്ലാറ്റ്ഫോം വരും. ഇത് പുതിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ക്രോസിംഗ് ലൈനാണ് കേട്ടോ. ഈ റൂട്ടിലെ സബ് സ്റ്റേഷൻ വരുന്നത് മേലാറ്റൂരാണ്. 1 മിനിറ്റാണ് ഇവിടെയും സ്റ്റോപ്പ്. ഇവിടെയും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗുൽമോഹർ പൂവില്ലേ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഒരു സ്റ്റേഷനിലാണ്. ഇപ്പം എല്ലാം ഓർമ്മകൾ മാത്രം. ആ പഴയ ഓർമ്മകളില്ലേ, അതിപ്പം മനസ്സിലേക്ക് വരിക. ഒരുപാട് പണികളൊക്കെ ഉണ്ട് ഇവിടെ നടക്കുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോമിൻ്റെ നീളമൊക്കെ ഇവിടെ കൂട്ടുന്നുണ്ട്. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനായ അങ്ങാടിപ്പുറം. ഇവിടെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അങ്ങാടിപ്പുറത്തുനിന്ന് നമ്മുടെ വണ്ടി എടുത്ത് ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് നിലമ്പൂർ റോഡിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇവിടെ 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞങ്ങളിപ്പോൾ ഏറ്റവും മുമ്പിലേക്ക് വന്നു കേട്ടോ. ഇനി കുറച്ച് നേരം ഒരു ലോക്കോയിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. ട്രെയിൻ ഇപ്പോൾ ചെറുകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ചെറുകരയിലാകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പിന്നെ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തായി ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ കാണാം. ഈ റൂട്ടിൽ മെയിനായിട്ട് എല്ലാവർക്കും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും തന്നെയാണ്. ഇവിടെ വരുന്ന ഒരാൾ പോലും ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോവില്ല. ഈ ഭാഗത്ത് തന്നെ ഒരുപാട് വീടുകളും കാണാം, റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെ. തെങ്ങുകളാണ് ഇവിടെ കൂടുതലും. ട്രെയിൻ ഇപ്പോൾ പുലിക്കലൂർ സ്റ്റേഷനിലെത്തി. ഇവിടെയും ക്രോസിംഗ് ലൈനിൻ്റെ പണികൾ നടക്കുന്നത് കാണാം. ഇവിടെയൊക്കെ കൃഷിപ്പാടാണ്, നെല്ലാണത്. ഇവിടെയും ഒരു പ്ലാറ്റ്ഫോം കൂടെ വരുന്നുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം ഇതൊരു ചതുപ്പ് ഭാഗമല്ലേ, അപ്പോൾ കുറച്ച് പണിയാണ് ഇവിടെ. വൃത്തി ഇതൊക്കെ റെഡിയാവാൻ. നല്ല വീതിയുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിന്.
വല്ലപ്പുഴ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പല്ലേ. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. മുന്നിലുള്ളത് വയലാണ്. ഇവിടെ ഒരു ട്രാക്ക് പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊരു ചതുപ്പ് പ്രദേശമല്ലേ. വാടാനാംകുറിശി. ഇപ്പം ചെറുതായി മഴയും പെയ്തു തുടങ്ങി. ഇവിടെയും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. വാടാനാംകുറിശി. നല്ല മഴ. മംഗളൂരു, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു ലൈനാണിത്. ഈ മഴ അങ്ങ് നിലമ്പൂർ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും കാഴ്ച? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായാലും മഴ കിട്ടി ഈ യാത്ര ചെയ്ത്. ഇനിയിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്. അത് താഴെയിലൂടെയാണ് പോകുന്നത്. നമ്മൾ കുറച്ച് ഹൈറ്റിലാണ്. ഈ ട്രെയിൻ LHP അതിനുശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ചെയർ കാറിലത്തെ, അതായത് ഈ നോർമൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സില്ല, അതിലൊക്കെ സീറ്റിങ് വളരെ മോശമാണ് കേട്ടോ. എനിക്കത് ഇഷ്ടേ അല്ല. എന്താണെന്നറിയില്ല, പലർക്കും അത് ഇഷ്ടമല്ല എന്നറിയാം. എല്ലാം 2026 മേട് കോച്ച് തന്നെയാണ്. നിലമ്പൂർ റോഡിൽ നിന്നും 66 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 11:53 ഇപ്പോൾ. ഇനി ഈ ട്രെയിൻ 12:15 ഷൊർണൂർ ജംഗ്ഷൻ തൃശ്ശൂർ പാസഞ്ചറായിട്ട് പോകും. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 4. ഇപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ കയറും. നിലമ്പൂരിൽ നിന്ന് തൃശ്ശൂർ ടിക്കറ്റ് എടുത്തവർക്ക് പിന്നെ ഇതിൽ ഇറങ്ങേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഓ, നല്ല മഴ, പെരുമഴയാണ്. ഞങ്ങളുടെ കയ്യിൽ പിന്നെ കുടയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്തായാലും കുറേ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ റൂഫില്ല, അതാണ്. എന്തായാലും ഷൊർണൂർ എത്തിയപ്പോൾ നല്ല കിട്ടിലൻ മഴ. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അടുത്തൊരു ട്രെയിനിൽ കയറാനുണ്ട്. ഞങ്ങൾ ഇപ്പം തന്നെ നാട്ടിലോട്ട് പോവുക. തൃശ്ശൂർ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, അങ്ങനെ. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണും വാങ്ങിച്ചിട്ട് നേരെ ട്രെയിനിലേക്ക് പോകാമെന്ന്. സ്റ്റേഷനിലത്തെ പാർക്കിംഗ് അവിടെയാണ്. പിന്നെ ഈ സ്റ്റേഷനിൽ തന്നെ AC ഡോർമെട്രിയും റിട്ടയറിംഗ് റൂംസൊക്കെ അവൈലബിൾ ആണ്. ഷൊർണൂർ ജംഗ്ഷൻ ഇതിപ്പോൾ പുതിയതായിട്ട് ആക്കിയ ഒരു ഭാഗമാണ് കേട്ടോ. എഴുത്തൊക്കെ കാണുന്നില്ലേ? നല്ല അടിപൊളി ഭാഗം തന്നെയാണ്. നല്ല വൃത്തിയാണ് എല്ലാ ഭാഗത്തും. പിന്നെ ഇതാ ഇവിടെ ഇപ്പോൾ അടുത്ത ബസ് വന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിലോട്ട് നേരെ പോവാം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടാ. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ നീലേശ്വരത്തേക്കാണ്. ചെന്നൈയിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്ന എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 12:20 ആകുമ്പോൾ വണ്ടി എത്തും. ഇതിനിപ്പോൾ നേരെ അകത്തേക്ക് കയറാം. ഈ മഴ കുറഞ്ഞിട്ടേ ഇല്ല. കുടയില്ലാത്ത പലരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്ത് ചെയ്യാനാ, മഴയൊക്കെ ഇപ്പം മാറി, നല്ല വെയിൽ വന്നു. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 161-59. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 12:33 ഇപ്പോൾ.
ഈ റോഡിൻ്റെ WP7 ആണ് ലോക്കോമോട്ടീവ്. ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ് ആണ് ബുക്ക് ചെയ്തത്. S6 അതിവിടെയാണ് വരിക. മഹാകുംഭമേളയുടെ ആ ഒരു സ്റ്റിക്കറായത്. അൺറിസർവിലൊക്കെ നല്ല തിരക്കാണ്. S5 ഈ വരുന്ന കോച്ചാണ് നമ്മുടേത്. 2014 നിർമ്മിച്ച കോച്ചാണിത്. 35ഉം 38ഉം 2 അപ്പുറത്താണ്. കയറി കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്നത് മഴയത്ത് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് മുഴുവനും വെള്ളമാണ്. നേരത്തെ ഇവിടെ ഇരുന്ന പാസഞ്ചറിൻ്റെ ടവലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടേത് ഈ 2 അപ്പുറത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച ഊണാണേ. റൈസ് ഉണ്ട്, ഇവിടെ ഒരു തോരനുണ്ട്, പിന്നെ ഒരുപാട് കറികളുണ്ട് കേട്ടോ. മോരൊക്കെ ഉണ്ട്, പിന്നെ പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഇത് അവിയലാണ്, രസമുണ്ട്. എനിക്ക് തോന്നി ഇത് മീൻകറി ആവാനാണ് സാധ്യത. ട്രെയിൻ ഇപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അൺറിസർവ്ഡ് കയറാനാണ് കൂടുതലും തിരക്ക്. 12:59, 1 മണി തന്നെ ആയിപ്പോൾ. സിവിക് സെൻസ് തീരെ ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ട്രെയിനെ തന്നെ നശിപ്പിക്കുന്നത്. കടല കഴിച്ചിട്ട് ആ ബാക്കി കടല ഈ സീറ്റിന്റെ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടത് കണ്ട എന്തൊരു വൃത്തികേടാണെന്ന് നോക്കിയേ. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ്. വയലാണ് ഇവിടെ. ട്രെയിൻ ഇപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വലിയൊരു വളവാണ്. ഗുരുവായൂരിലേക്ക് പോയിട്ട് ഈ ട്രെയിനിൽ കയറണമെങ്കിൽ ഈ സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയാകും. അതുപോലെ മലബാറിലുള്ളവർക്ക് ഗുരുവായൂരിൽ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങുക, അതിനുശേഷം ബസ്സിന് പോയാൽ മതിയാകും. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ദിവസം മുന്നെയാണ്. ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു. ഷൊർണൂരിൽ നിന്നും നീലേശ്വരത്തേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 180 രൂപയാണ്. കടലുണ്ടി, ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനായി. ബാക്കി ഭാഗം ഇവിടെയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നു. ഇവിടെയാണ് ബോട്ടൊക്കെ കിട്ടുക. രണ്ടേ 32 ട്രെയിൻ ഇതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനി ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് നോക്കുക. ഈ ട്രെയിനിൽ എപ്പോഴും ഇവിടുന്ന് കയറാൻ നല്ല തിരക്കുണ്ടാവും. എൻ്റെ തൊട്ട് മുന്നിലേ കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് പോയതേ ഉള്ളൂ, എന്നാലും ഇതിൽ കയറാൻ തിരക്കുണ്ട്. ഇവിടുന്നല്ല ജനറലിൽ കയറി എന്തായാലും സീറ്റ് കിട്ടൂല. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി, വടകര, അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പ്. ഷൊർണൂരിൽ നിന്നും 228 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 5:10. നമ്മളെ വന്ന വണ്ടി ഇതാ മംഗളൂരു സെൻട്രലിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്.
കോഴിക്കോട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറപ്പുറത്തിൽ കയറിയതാണ്. സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ 3:30 തന്നെയാണ് ഉറങ്ങി എഴുന്നേറ്റത്. പിന്നെ ഇപ്പം എഴുന്നേറ്റത് പയ്യന്നൂർ കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ റോഡിൽ നിന്ന് ഈ ഷൊർണൂരിലേക്ക് വരുന്ന വഴിയില്ലേ, അതായത് ആ മെയിൻ സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് പലപ്പോഴും സാധാരണ രീതിയിൽ പകർത്താൻ സാധിക്കാത്തത്. ചില റെയിൽവേ സ്റ്റേഷൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ, അതായത് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമുക്കെന്ന് പറഞ്ഞാൽ ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടിയാണ്. ഞങ്ങൾ വിചാരിച്ച ആ ട്രെയിനിൽ തിരക്കൊന്നും നല്ല തിരക്കായി പോയതുകൊണ്ട് നമുക്ക് പല ഭാഗങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്താ പറയാ, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റേഴ്സിനോട് ബൈ.